ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഇത്തിരി നേരം വൈകിട്ടുണ്ട് എണീക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങി നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ സാശക്കുട്ടി ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്നെ കണ്ടോട് കൂടിയിട്ട് എൻ്റെ കൂടെ കളിക്കാനും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ 2 തേങ്ങ പൊളിക്കണം. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് കേട്ടോ. സാശ രാവിലെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ കാണിക്കുന്ന പരിപാടിയാണ് കേട്ടത്. അങ്ങനെ സാഷയ്ക്കിനി രാവിലത്തെ പാലും മുട്ടയും കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സാഷക്കുട്ടി ഇവിടെ നിന്ന് കളിക്കട്ടെ. ഞാനിനി അടുത്ത പണി നോക്കാൻ പോവാണ്. 2 തേങ്ങ പൊളിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തേക്ക് ഫുള്ളായല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകാൻ നിൽക്കണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചു തേങ്ങ പോയി പൊളിക്കാമെന്ന്. എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. രാവിലെയൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. നമ്മുടെ ഫോറസ്റ്റ് ഏരിയ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെയൊക്കെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് കുറച്ച് മടിയുണ്ട് കേട്ടോ ഒന്ന്. അത് മാത്രമല്ല ഇനിയിപ്പോൾ അപ്പൂന് 9th ആനുവൽ എക്സാം തുടങ്ങുകയാണേ. അപ്പൂന് ബൂസ്റ്റ് ഇട്ട പാല് കൊടുത്തിട്ട് നമുക്ക് അടുത്ത പണിയിലേക്ക് ഒക്കെ പോവാം കേട്ടോ. അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് അപ്പൂ അമ്മും. അപ്പോൾ ഓൾറെഡി 7 മണി 7 ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അവരവിടെ ഇരുന്ന് പഠിക്കട്ടെ കേട്ടോ. പണ്ട് നമ്മുടെ സ്കൂളിലൊക്കെ കറക്റ്റ് മാർച്ചിൽ തന്നെയാണല്ലോ 10ലേക്ക് വരാനുള്ള എക്സാം. ഇപ്പോൾ CBSE ആയ കാരണമായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഈ ജനുവരി ഫെബ്രുവരിയിൽ 10th എക്സാം കഴിഞ്ഞ് ആ മാസം തന്നെ 10th ക്ലാസ്സിൻ്റെ ക്ലാസ്സും കൂടി തുടങ്ങുകയാണല്ലോ. ഇപ്രാവശ്യത്തെ മാർച്ചിൻ്റെ വെക്കേഷനൊന്നും ഇല്ല എന്നാണ് പറയണത്. 1 മാസത്തേക്കേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല കൂടുതൽ ഡീറ്റെയിൽസ്. അപ്പോൾ അത് കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. ഇന്ന് ഉപ്മാവും പഴം പുഴുങ്ങിയതാവാന്ന് ഞാൻ വിചാരിക്കണേ. അപ്പോൾ സവോളയും ക്യാരറ്റും ബീൻസും പച്ചമുളകും ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടായിരുന്നില്ലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട സമയത്ത്. അമ്മും സാഷും കൂടി രാവിലെ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനവിടെ പോയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ ഇരിക്കണമുണ്ട് അവർ കളിക്കുന്ന സമയത്ത്. ആ സമയത്ത് സാഷ പെട്ടെന്ന് അങ്ങ് കരഞ്ഞു. അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഭാഗ്യത്തിന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അമ്മൂനെ ചീത്തറിയുകയും ചെയ്തു കേട്ടോ. അമ്മ ഞാൻ ഇനി കാലുമ്മ ചവിട്ടിയിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ വീഡിയോ നോക്കിയപ്പോഴാണ് എന്താ പറയുക ഓടിക്കളിക്കണതിൻ്റെ ഇടയിൽ ചുമരുമ്പോൾ കൊണ്ടിട്ട് കാല് നല്ലോണം സാക്ഷിക്ക് വേദനിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ഈ വീഡിയോ ഞാൻ ആഡ് ചെയ്യാം. അമ്മൂനാണെങ്കിൽ ആകെ വിഷമായി. അമ്മും സാക്ഷിയും കൂടിയിട്ട് ഏത് നേരം നോക്കിയാലും ഒപ്പാണ് കേട്ടോ. നടക്കും ഇതൊക്കെ ഇരിക്കുകയെ ചെയ്യുള്ളൂ. പുറത്താണെങ്കിൽ ഏത് നേരം നോക്കിയാലും അമ്മൂൻ്റെ പിന്നാലെ മൂപ്പര് കാണും. അപ്പോൾ സാക്ഷിക്ക് ഭയങ്കര വേദനിച്ചു. എന്താ അങ്ങനെ കാല് പോയി ഇടിച്ചതെന്നൊന്നും എനിക്കറിയില്ല. നന്നായി വേദനിച്ചു. പിന്നെ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ഞൊണ്ടി നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആയിട്ടില്ലെങ്കിൽ ഒന്ന് ഡോക്ടറെ കാണിക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ആൾ ഓക്കെയാണ്. ഇങ്ങനത്തെ ഒരു വെജിറ്റബിൾ ചോപ്പർ ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അതിലേക്ക് ഞാൻ സബോളയും ക്യാരറ്റും ബീൻസും പച്ചമുളകും ഇട്ടതിന് ശേഷം നന്നായി ചോപ്പ് ചെയ്തെടുത്തു കിട്ടാം. നമ്മുടെ ടൈമൊക്കെ സേവ് ചെയ്യാൻ പറ്റും. എനിക്ക് രാവിലത്തെ സമയത്ത് ചപ്പാത്തി മുട്ടക്കറിയാണ് അപ്പോൾ എന്നും കൊണ്ടുപോവുക. അപ്പോൾ ആ സമയത്തൊക്കെ വെജിറ്റബിൾസ് നുറുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഈ ചോപ്പർ. ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. അപ്പോൾ അത് ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ടതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ചോപ്പ് ചെയ്തെടുക്കാൻ. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് സാഹചര്യം ഇങ്ങനെ വയ്യാണ്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇനി എന്താ നീതി വരുമോ എന്നൊക്കെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടായതുകൊണ്ട് ആകെ ഒന്ന് ഉപ്പുമാവ് കറക്റ്റ് രീതിയിലൊന്നും അല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനൊക്കെ മറന്നു പോവായിരുന്നു. അപ്പോൾ ഈ വെജിറ്റബിൾസ് ചോപ്പ് ചെയ്തതിന് ശേഷം പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും മുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. പക്ഷേ ഒരു കാര്യം ഞാൻ മറന്നു. റവ ഇടണേക്കാട്ട് മുന്നേ വെജിറ്റബിൾസ് ഒന്ന് വാട്ടണമായിരുന്നല്ലോ. വെളിച്ചെണ്ണ കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആ ബോട്ടിലേക്ക് ഒന്ന് ഒഴിച്ച് വെക്കണം. അവിടെ വെളിച്ചെണ്ണയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വെളിച്ചെണ്ണയുടെ കഥ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നല്ലോ. മഴക്കാലമായ സമയത്ത് വെളിച്ചെണ്ണ മൊത്തം കാറിയിട്ടാട്ടോ കിട്ടിയേ. ഉണങ്ങിയൊന്നുമില്ല. കറക്റ്റ് നാളികേരം വെട്ടിയ ദിവസം മഴയും പെയ്തു. ഇനിയിപ്പോൾ നാളെ തെങ്ങേറ്റക്കാരനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ വെട്ടിത്തൂക്കം കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വെയിലൊക്കെ നിൽക്കണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്താ പറയുക ഉണക്കിയെടുക്കാം.
ചിലപ്പോൾ കഷ്ടകാലത്തിന് നമ്മൾ എന്നും തേങ്ങ വെട്ടണോ അന്ന് മഴയും പെയ്യും. അപ്പോൾ എന്താ വേണ്ടതെന്ന് അറിയില്ല. നാളത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ചിലപ്പോൾ ഞാൻ വെട്ടിത്തൂക്കം കൊടുക്കും, അല്ലെങ്കിൽ കൊപ്രയാക്കി വെളിച്ചെണ്ണ ആട്ടാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് 1 ലിറ്റർ വെളിച്ചെണ്ണ ഈ ബോട്ടിൽ കൊള്ളില്ല, കുറച്ച് പെൻഡിങ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം അത് യൂസ് ചെയ്തതിന് ശേഷം പിന്നെ ബോട്ടിലിൽ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് ബോട്ടിലാക്കിയതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ട്. രാവിലെ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ അപ്പനോടൊന്ന് തറവാട്ടിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പൈപ്പ് മറ്റേ ശരിയാക്കാനുണ്ട്, അപ്പോൾ അപ്പനോട് കൂടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അപ്പു ഇവിടെ സാക്ഷി അമ്മയും കൂടി കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വന്ന് നമ്മുടെ പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കാനാണ്. നമ്മളിപ്പോൾ സോളാർ വെച്ച കാരണം നമുക്ക് ഗ്യാസിൻ്റെ ഉപയോഗം നല്ലോണം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു സോളാർ അല്ല ഇലക്ട്രിക്കിൻ്റെ സ്റ്റൗവും പിന്നെ ഓവനില്ല, നമുക്ക് ഓവനൊക്കെ മേടിക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ കൂടുതലും ഗ്യാസ് ഉപയോഗിക്കാതെ ഇലക്ട്രിക്കൽ സ്റ്റൗവൊക്കെ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാനൊരു ഉപ്മാവ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇന്ന് ആകെ അബദ്ധമാണ്, ഫുള്ള് അബദ്ധം പറ്റിയിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഉപ്മാവ് ആകെ തല തിരിഞ്ഞിട്ടുണ്ടാക്കി. എനിക്ക് സാറ്റയുടെ കാലിങ്ങനെ വേനച്ചോട് കൂടിയിട്ട് എനിക്ക് ടെൻഷനായിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഞൊണ്ടിയിട്ട് നടന്നിരുന്നത്. അപ്പോൾ എനിക്കാകെ പേടിയായി. ഇനിയിപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, പക്ഷേ കുഴപ്പമില്ല. ഇപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സാക്ഷേൻ്റെ പോയി നോക്കുമായിരുന്നു എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന്. അപ്പോൾ ആദ്യമൊക്കെ കാലല്ല കേട്ടോ, കയ്യാണ്, ഫ്രണ്ടിലാണ്. അതിങ്ങനെ പൊന്തിച്ച് വെച്ചിട്ടാണ് നടന്നിരുന്നത്. പിന്നെ കുഴപ്പമില്ലാണ്ട് കറക്റ്റായിട്ട് നടന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും മുളക് ഇട്ടതിന് ശേഷം നേരെ റവ കൊണ്ട് വറുക്കാനിട്ടു. ശരിക്കും നമ്മൾ വെജിറ്റബിൾസും കൂടി ഒന്ന് വാട്ടിയിട്ടാണല്ലോ റവ ഇടണ്ടുള്ളൂ. ഓൾറെഡി റോസ്റ്റഡ് റവയാണ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ആദ്യം തന്നെ റവ ഇട്ടു. അപ്പോൾ പിന്നെ ഞാൻ ഇനി മാറ്റാനൊന്നും നിന്നില്ല. അതിൻ്റെ കൂടെ വീണ്ടും വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഉപ്പിട്ടതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കുകയാണ് ചെയ്തത്. ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല, നന്നായിരുന്നു കേട്ടോ ഉപ്മാവ്. ഏട്ടനൊക്കെ എപ്പോഴും പറയും ഇങ്ങനെ കുറച്ച് നനച്ചെടുക്കുക, മീൻസ് വെറ്റാക്കിയിട്ട് എടുക്കില്ലേ നമ്മൾ. എൻ്റെ വീട്ടിലൊക്കെ ഉപ്മാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുക, എല്ലാം സെപ്പറേറ്റ് ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കും. പക്ഷേ ഏട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് നനവോടുകൂടി ഒട്ടിയിരിക്കണതാണ് കേട്ടോ ഇഷ്ടം. ഞാൻ ഇവിടെയും അങ്ങനെ തന്നെ ഇപ്പം ഉണ്ടാക്കാറ്. കടുക് പൊട്ടിക്കുമ്പോൾ അവിടെയൊക്കെ തെറിച്ച് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റൊക്കെ അതൊന്ന് തുടച്ചെടുത്തു. നമ്മുടെ വറ്റൽമുളക് കഴിഞ്ഞേക്കുന്നു, അപ്പോൾ അതും കൂടി ഒന്ന് മേടിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി വഴറ്റിയെടുത്തതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിക്കണത്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി അധികം ഡ്രൈ ആവാതെ നമുക്ക് വാങ്ങി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്മാവ് റെഡിയായി. പഴം ഇതായി വേവുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം നന്നായി വറ്റണേക്കാട്ടും മുന്നേ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ഡ്രൈ ആവാതെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ഇന്ന് മൊത്തത്തിൽ മറവിയായിരുന്നു കേട്ടോ. ഞാൻ ഈ ഉപ്മാവ് ഉണ്ടാക്കിയതിന് ശേഷം നാളികേരം ഇടാൻ മറന്നു. നമ്മൾ ആദ്യം സ്റ്റൗവിൽ ഈ വെള്ളം വറ്റി തുടങ്ങുമ്പോൾ നമ്മൾ നാളികേരം ചിരകിയത് ഇടുമല്ലോ, ഞാൻ അതും മറന്നു കേട്ടോ. പിന്നെ അവസാനം ചേർക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സാഷയ്ക്ക് കൊടുക്കാനുള്ള പാലും പിന്നെ 3 മുട്ടയും നമ്മുടെ ഈ പഴം പുഴുങ്ങാൻ കഴിച്ചേണ്ട ബാക്കി, അതുപോലെ തന്നെ മുള്ളിൻ്റെ ബാക്കി, എല്ലിൻ്റെ ബാക്കി, അങ്ങനത്തെ ഒന്നും നമ്മൾ കൊടുക്കാറില്ല കേട്ടോ. നമ്മൾ എന്താണോ കറക്റ്റ് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ സാഷയ്ക്ക് കൊടുക്കാറുള്ളൂ. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേക്കാട്ടും മുന്നേ ഒരു മുറി നാളികേരം ഞാൻ ചിരകിയിട്ട് ഉപ്മാവിൽ ആഡ് ചെയ്തു കൂട്ടാ. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അതിന് മുന്നേ സാഷയ്ക്കുള്ള ഫുഡ് കൊടുത്തിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കാം കേട്ടോ. അങ്ങനെ ഒരു 3 കോഴിമുട്ടയും പാലും വെള്ളമാണ് കേട്ടോ കൊടുക്കുക. നന്നായിട്ട് ഡൈലൂട്ട് ചെയ്യും, എന്നിട്ട് കുറച്ചധികം പാല് കൊടുക്കും. അതാണ് രാവിലെ കൊടുക്കാറ്. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പരത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സാഷ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പ്രൊട്ടക്ടറാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ
പല ഇഷ്യൂസും വരുമ്പോഴും നമ്മളെ സാശ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കും. ഇപ്പോൾ അടുത്ത് തന്നെ ഒരു സംഭവം ഉണ്ടായി. നമ്മളെവിടെ പോലീസ് സ്റ്റേഷൻ ഏരിയ ആണെങ്കിൽ പോലും ഒരാൾ കള്ളു കുടിച്ചിട്ട് രാത്രിയിൽ ഒരു 9:30 ആയിട്ടുണ്ട്. അപ്പോൾ സാശ ഇയാളെ കാണുമ്പോൾ കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ അയാൾ അവിടെ നിൽക്കും. എന്നിട്ട് വീണ്ടും നടന്നു പോകുമ്പോൾ സാശ കുറയ്ക്കും. അങ്ങനെ കുറേ നേരം ഇങ്ങനെ സാശനെ ദേഷ്യം പിടിപ്പിച്ച് സാശയാണെങ്കിൽ നിർത്തണില്ല. അപ്പം ഞങ്ങൾ ജനവാതിലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ ഉറങ്ങിയിട്ടില്ല, അമ്മ ഉറങ്ങിയിട്ടുണ്ട്. എന്നിട്ടും ഒരു 9:30 ഒരു 10 മണി വരെ ഇയാൾ ഈ ഗേറ്റിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നുകൊണ്ട് കേട്ടോ. അപ്പോൾ സാശയാണെങ്കിൽ ഒട്ടും വിട്ടു കൊടുക്കണില്ല. അയാൾക്ക് കള്ളു കുടിച്ച് ദേഷ്യം വന്നിട്ട് അയാൾ ഗേറ്റ് തുറക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലാണല്ലോ. അപ്പം ഞാൻ വേഗം പോലീസിനെ വിളിച്ചപ്പോൾ അവർ വന്ന് നല്ല അടി കൊടുത്തിട്ട് ആളെന്നെ ഓടിച്ചു കേട്ടോ. മാത്രമല്ല നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയ, നമ്മുടെ തൊട്ട് മുന്നിൽ വീടിൻ്റെ മുന്നിൽ തന്നെ കാടാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വല്ല പാമ്പുകളൊക്കെ ഇറങ്ങി വരും. അപ്പോൾ സാശക്കുട്ടിയുടെ കുരകൊണ്ടും സാശയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ടും കുറേ പേരൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാറില്ല. പക്ഷേ സാശയുടെ കണ്ണ് വെട്ടിച്ച് കിടന്നിട്ടുമുണ്ട്. നമ്മുടെ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് പാമ്പിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം അടിച്ചു വാരി തുടയ്ക്കുകയാണ്. ഇന്ന് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഇന്ന് കുറച്ചധികം പണികളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന്. അപ്പം ഞാൻ വേഗം അടിച്ചു വാരി തുടച്ച്, ഇന്നിപ്പോൾ അച്ഛൻ വീട്ടിൽ മട്ടൺ മേടിച്ചുള്ളതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് കുട്ടികളോട് അവിടെ പോയി ഊണ് കഴിക്കാൻ പറഞ്ഞുകൊണ്ട് എനിക്കിനി പെട്ടെന്ന് കൂട്ടാൻ വെക്കേണ്ട ആവശ്യമില്ല, വൈകുന്നേരത്തേക്ക് വെച്ചാൽ മതി. അപ്പം ഞാൻ വേഗം അടിച്ചു വാരി തുടച്ചതിന് ശേഷം ഉമ്മറൊന്ന് അടിച്ച് കഴുകണമായിരുന്നു. അതുപോലെ തന്നെ സെറ്റിയൊക്കെ ഒന്ന് കഴുകണം. കാരണം സാശ ഇടയ്ക്ക് അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വീക്കെൻഡ്സിൽ നമ്മളതൊന്ന് കഴുകൂട്ടാം. അപ്പോൾ അതും കൂടി ചെയ്ത് വേണം ബാക്കിയുള്ള പണികൾ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് വിത്തുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടിട്ട്, ഇന്ന് വെള്ളത്തിലിട്ടാലാണല്ലോ നാളെ നമുക്ക് നടാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പം ഞാൻ വേഗം അടിച്ചു വാരി തുടച്ച് ചോറ് വെക്കണം. അപ്പോൾ അതും കൂടി ചെയ്യണം എന്ന് വിചാരിച്ച് വേഗം പണികൾ നീക്കുകയാണ് കേട്ടോ. തുടച്ച് കഴിഞ്ഞതിന് ശേഷം അരി അടുപ്പത്തിടാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. ഇത് സുരേഖ എന്ന് പറഞ്ഞ അരിയാണ്. ഞങ്ങൾ ലുലുവിൽ പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാട്ടോ. പൊട്ട അരിയാണ്, നീണ്ട അരി. സാധാരണ ഞങ്ങൾ ആശീർവാദോ അല്ലെങ്കിൽ പേരിക്ക് ഓർമ്മയില്ല, അങ്ങനത്തെ ഏതെങ്കിലും കുറുവയാണ് മേടിക്കാറ്. പിന്നെ റേഷൻ പീടികയിലെ അരി നമ്മൾ മേടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കും ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.